ഡെയിലി ശാരീരികമായി പീഡിപ്പിക്കുക, മർദ്ദിക്കുക, അവരുടെ പണവും സ്വർണവും എല്ലാം കൊള്ളയടിക്കുക. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ ഈ പെൺകുട്ടി നിമിഷ അടുത്തുള്ള സന പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്തു. അപ്പോൾ കംപ്ലയിൻ്റ് ചെയ്തപ്പോൾ ഈ കംപ്ലയിൻറ്റിനെ മറികടക്കാനായിട്ട് ഈ കൊല്ലപ്പെട്ടെന്ന് പറയുന്ന തലാൽ ഒരു ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം, ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഹർ ലൈഫ് വാസ് ഡിസാസ്റ്റർ. അവരെ ഒരു തരത്തിലും ജീവിക്കാൻ വിടാതിരിക്കുക. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്തിട്ടുണ്ടാവുന്ന ആ ഇൻകമായ പൈസ എടുത്തിട്ട് ഇയാൾക്ക് പിന്നെ കള്ളും മയക്കുമരുന്ന് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുപോവുക, ഇവരെ എപ്പോഴും അബ്യൂസ് ചെയ്യുക, ഫിസിക്കലി ആൻഡ് മെൻ്റലി. അപ്പോൾ അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാതെ ഇവർ പിന്നെ വേറൊരു പോലീസുകാരോട് സംസാരിച്ചപ്പോൾ ആ പോലീസുകാരൻ തന്നെ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു നേഴ്സൊക്കെ അല്ലേ, ഇയാളെ ഒന്ന് ബോധം കെടുത്തിയിട്ട് മയക്കിയതിന് ശേഷം നിങ്ങൾക്ക് പാസ്പോർട്ട് എടുത്തിട്ട് രക്ഷപ്പെട്ടൂടെ? സോ ദിസ് ഐഡിയ വാസ് ദ തിങ് ദാറ്റ് ചേഞ്ച്ഡ് ഹെർ ലൈഫ്. അപ്പോൾ അവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു കെറ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുക ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഒരുപാട് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇയാൾ ഇതിൻ്റെ റിയാക്ഷൻ കൊണ്ട് മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ആ കഥയുടെ ട്രൂത്ത് വേർഷൻ. എങ്കിലും നമ്മൾ കേൾക്കുന്ന കഥകളെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പിന്നെ പറയും ഇവർ ഇത് സൈൻ ചെയ്ത് കൊടുത്തുവെന്നു, പിന്നെ കുറ്റം ഏറ്റു പറഞ്ഞു. ബിക്കോസ് ഒരു അറബിയിൽ എഴുതിയിരിക്കുന്ന ഒരു ലോങ് ലിസ്റ്റ് ഓഫ് കുറ്റങ്ങൾ ഇവർക്ക് താഴെ ഒപ്പിടാനേ നിവർത്തിയുള്ളൂ അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിലോ എനിഹൗ നമ്മളിപ്പോൾ കേട്ടിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ 16, 2025 ഹൂത്തി സുപ്രീം കൗൺസിൽ നടപ്പാക്കണമെന്ന് വിധിച്ച ആ വധശിക്ഷ ഇപ്പോൾ ഇളവ് ചെയ്ത് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്കിത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. എന്ത് തന്നെയായാലും ഒരാളുടെ ജീവൻ ഒരു ദിവസമെങ്കിൽ നീട്ടിക്കിട്ട പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ വേർഷനാണെങ്കിൽ, ഈ കഥയുടെ ഞാൻ പറഞ്ഞ വേർഷനാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഓൺലി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പഠിച്ചു വെച്ചിട്ടുള്ളത്, മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ദ സുപ്രീം പവർ ഇൻ ദ കൺട്രി ഈസ് ദ ഗവൺമെൻറ്, അല്ലെങ്കിൽ അവരാണ് എല്ലാത്തിനെയും മേലുള്ള ശക്തി. നോ, sometimes some people, some individuals can perform more than any group of people. നമ്മൾ ഗവൺമെൻറ് എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരാണല്ലോ. അവരെക്കാൾ കൂടുതൽ ചില ആൾക്ക് ചില സ്ഥലങ്ങളിൽ ബന്ധമുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. വി ഷുഡ് അപ്രിഷിയേറ്റ് ദാറ്റ്. എനിഹൗ ഒന്ന്